തിരുവനന്തപുരം പാലോട് KSRTC ഡിപ്പോയിലെ ഡ്രൈവർ ജയപ്രകാശിനെ പരിശോധനയ്ക്കായി വീണ്ടും ചീഫ് ഓഫീസിലേക്ക് കൊണ്ടുപോയിരിക്കുന്നു. DTO നേരിട്ടെത്തിയാണ് ജയപ്രകാശിനെ കൊണ്ടുപോയിരിക്കുന്നത്. അശ്വിൻ ഡിയാഗോ ചേരുന്നുണ്ട് KSRTC ആസ്ഥാനത്ത് നിന്ന്. അശ്വിൻ, ജീവിതത്തിൽ ഇന്നേ വരെ മദ്യപിച്ചിട്ടില്ല എന്നാണ് അദ്ദേഹം പറയുന്നത്. ഇതിപ്പോൾ വീണ്ടും പരിശോധനയ്ക്ക് കൊണ്ടുപോയ സാഹചര്യം എന്താണ് അവിടെ നടക്കുന്നത്? റോഷ്നി, തീർച്ചയായും ഇതിപ്പോൾ ഈ മാസം രണ്ടാമത്തെ KSRTC ഡ്രൈവറാണ് ഈ കിഴക്കേക്കോട്ടയിലുള്ള KSRTC ആസ്ഥാനത്തെത്തി വീണ്ടും പരിശോധന നടത്തി നിരപരാധിത്വം തെളിയിക്കേണ്ട അവസ്ഥയിലേക്ക് എത്തിയിരിക്കുന്നത്. ഈ മെഷീൻ ഇൻട്രൊഡ്യൂസ് ചെയ്തപ്പോൾ തന്നെ ഇതിൽ അപാകതകളുണ്ട്, മെഷീന്റെ പോരായ്മകൾ ചൂണ്ടിക്കാട്ടി പലരും രംഗത്തെത്തുകയും ചെയ്തിരുന്നു. ഈ പരിശോധന നല്ലത് തന്നെയാണ്, പക്ഷേ ഈ ഉപകരണങ്ങളുടെ ഗുണമേന്മ അത് ഉറപ്പാക്കണം എന്നൊരു ആവശ്യം ആദ്യം മുതൽ തന്നെ ഉണ്ടായിരുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. മാത്രമല്ല, ഇതിൽ പരിശോധനയ്ക്ക് വിധേയനാകുന്ന ആളുകൾ മദ്യപിച്ചിട്ടില്ലെങ്കിൽ പോലും മദ്യപിച്ചതായി പല അവസരങ്ങളിൽ റീഡിംഗ് കാണിക്കുന്നുണ്ട്. അത് പിന്നീട് അവരെ ജോലിയിൽ നിന്ന് മാറ്റി നിർത്തുന്ന നടപടിയിലേക്കടക്കം കടക്കുന്നതോടുകൂടി ഇത് വലിയ രീതിയിൽ വിമർശനങ്ങൾ ഏറ്റുവാങ്ങുകയും ചെയ്തിട്ടുണ്ട്. മാത്രമല്ല, ഇത് ഒരു വിഭാഗം ആളുകളിലേക്ക് മാത്രം ഈ പരിശോധന ചുരുങ്ങുന്നു എന്നതടക്കമുള്ള ആരോപണങ്ങളും ഉണ്ട്. ഈ ഒരു പശ്ചാത്തലത്തിൽ കൂടിയാണ് രണ്ടാമത് വീണ്ടും പാങ്ങോട് ഡിപ്പോയിലുള്ള ജയപ്രകാശ് ഈ ഒരു പരിശോധനയ്ക്ക് വീണ്ടും വിധേയനാകാൻ സന്നദ്ധത കാണിക്കുന്നത്. നേരത്തെ മുതൽ തന്നെ ജീവനക്കാർ, ഈ മദ്യപിച്ചു എന്ന് സംശയിക്കുന്ന ജീവനക്കാർ പരീക്ഷയിൽ ഈ ഒരു പരിശോധനയിൽ റീഡിംഗ് കാണിച്ചുവെങ്കിലും അവർ ആവശ്യപ്പെടുകയാണെങ്കിൽ വീണ്ടും പരിശോധന നടത്തണം എന്നുള്ളത് ഈ യൂണിയനുകളുടെ ആവശ്യമായിരുന്നു. പക്ഷേ അത് പിന്നീട് ഈ സർക്കാരിൻ്റെ ഭാഗത്തു നിന്നോ അല്ലെങ്കിൽ സ്റ്റേഷൻ മാസ്റ്ററുകളോ ഇത് അനുവദിച്ചിരുന്നില്ല. പക്ഷേ തങ്ങളുടെ നിരപരാധിത്വം തെളിയിക്കാൻ ഈ ഒരു ഇവിടെ എത്തേണ്ട KSRTC ആസ്ഥാനത്ത് എത്തേണ്ട അവസ്ഥയിലാണ് ഇപ്പോൾ ഈ ഡ്രൈവർമാരും അതുപോലെ തന്നെ KSRTCയിലെ ജീവനക്കാരും എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഈ ജയപ്രകാശ് ഉടൻ തന്നെ ഇവിടേക്ക് എത്തും എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. നേരത്തെ ഈ ഒരു കാര്യത്തിൽ അനിശ്ചിതത്വങ്ങൾ ഉണ്ടായിരുന്നു. ആദ്യം ജയപ്രകാശിനെ ഇവിടേക്ക് കൊണ്ടുവരും എന്നുള്ളതായിരുന്നു അറിയിച്ചിരുന്നത്, പക്ഷേ പിന്നീട് കൊണ്ടുവരില്ല എന്നൊരു അറിയിപ്പാണ് വന്നത്. പക്ഷേ അതിനുശേഷം വീണ്ടും ജയപ്രകാശിനെ DTOയുടെ സാന്നിധ്യത്തിൽ തന്നെ ഇങ്ങോട്ടേക്ക് കൊണ്ടുവന്ന് പരിശോധന നടത്തും എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഈ നേരത്തെ ഈ പരിശോധനയ്ക്ക് ഈ ജയപ്രകാശിനെ പരിശോധനയ്ക്ക് വിധേയമാക്കിയ അതേ ഉപകരണം വെച്ച് തന്നെ ബ്രത്ത് അനലൈസർ ഉപയോഗിച്ച് തന്നെ വീണ്ടും ഇവിടെ വെച്ച് പരിശോധന നടത്തും എന്നുള്ളതാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. നമ്മൾ കഴിഞ്ഞ തവണ കണ്ടതാണ്, കോഴിക്കോട് KSRTC ബസ് ഡ്രൈവറായ ഷിബീഷ് ജീവിതത്തിൽ ഇതുവരെ മദ്യപിച്ചിട്ടില്ലാത്ത ഒരാളാണ്. പക്ഷേ ഹോമിയോ മരുന്ന് കഴിച്ചതുകൊണ്ട് അദ്ദേഹം രാവിലെ ഡ്യൂട്ടിക്ക് എത്തിയപ്പോൾ ഈ ബ്രത്ത് അനലൈസർ പരിശോധനയിൽ 0.5 ആൽക്കഹോൾ കണ്ടന്റ് കണ്ടെത്തിയിരുന്നു. ഇതേ തുടർന്ന് അദ്ദേഹത്തെ ജോലിയിൽ നിന്ന് മാറ്റി നിർത്തുകയും ചെയ്തു. പക്ഷേ പിന്നീട് ആ ഷിബീഷ് നടത്തിയ ആ ഒരു ഒറ്റയാൾ പോരാട്ടമാണ് അദ്ദേഹം ഇവിടെ എത്തി നിരപരാധിത്വം തെളിയിച്ച് മടങ്ങുകയും ചെയ്തു. ഈ ഒരു ഉദാഹരണമാണ് ഇപ്പോൾ ഇതൊരു ഉദാഹരണമാക്കി എടുത്താണ് കൂടുതൽ ഡ്രൈവർമാർ തെറ്റ് ചെയ്തിട്ടില്ല എങ്കിൽ അത് മുന്നോട്ട് വന്ന് പ്രതിരോധിക്കാനുള്ള ശ്രമങ്ങൾ ആരംഭിക്കുന്നത്. അതിൻ്റെ ഭാഗമായി തന്നെയാണ് ജയപ്രകാശ് ഇപ്പോൾ ഇവിടെ എത്തി തൻ്റെ നിരപരാധിത്വം തെളിയിച്ചേ മതിയാകൂ എന്ന ഒരു നിലപാടിൽ ഉറച്ചു നിൽക്കുന്നത്. അദ്ദേഹം ഉടൻ തന്നെ ഇവിടേക്ക് എത്തും എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇവിടെ അകത്ത് എക്സിക്യൂട്ടീവ് ഡയറക്ടറുടെ മുൻപാകെയാകും ഈ ഒരു പരിശോധന നടക്കുക. മാത്രമല്ല, മെഡിക്കൽ ഉദ്യോഗസ്ഥരുമുണ്ട്. ഡോക്ടറുടെ സാന്നിധ്യത്തിൽ തന്നെ ഈ ഒരു പരിശോധന നടത്തും. അതേ മെഷീൻ ഉപയോഗിച്ച് തന്നെയാണ് പരിശോധന നടത്തുക എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഈ ഉപകരണം അത് കേടുപാടുകൾ സംഭവിച്ചിട്ടുള്ളതാണ്. നേരത്തെ പലർക്കും ഇത്തരത്തിൽ റീഡിങ്ങുകൾ കാണിച്ചിട്ടുണ്ട്, പക്ഷേ അവർ മദ്യപിച്ചിട്ടില്ലാത്ത ആളുകളാണ് എന്നൊരു ആക്ഷേപം നേരത്തെ തന്നെ നിലനിൽക്കുന്നുണ്ട്. എന്തായാലും KSRTCയിൽ ഈ ബ്രത്ത് അനലൈസർ പരിശോധനയുമായി ബന്ധപ്പെട്ടുള്ള വിവാദങ്ങൾ കെട്ടടങ്ങുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. മാത്രമല്ല, കൂടുതൽ ആളുകൾ ഇതിൽ ഈ ഒരു പരിശോധനയെ ചോദ്യം ചെയ്തല്ലെങ്കിൽ പോലും പരിശോധനയ്ക്ക് ഉപയോഗിക്കുന്ന മെഷീനുകളെ ചോദ്യം ചെയ്ത് രംഗത്ത് വരികയും ചെയ്തിട്ടുണ്ട്. KSRTC ബസ് ഡ്രൈവർമാരാണ് ഈ ഒരു തെറ്റായ പരിശോധനയിൽ ബലിയാടാകുന്നത് എന്നുള്ളതാണ്. മാത്രമല്ല, KSRTC കണ്ടക്ടർമാരടക്കം ഈ ഒരു പരിശോധനയിൽ ഇത്തരത്തിൽ രാവിലെ തന്നെ ഡ്യൂട്ടിക്ക് എത്തുമ്പോൾ പരിശോധനയ്ക്ക് വിധേയമാകേണ്ടതുണ്ട്. പക്ഷേ പലരും ഇത്തരത്തിൽ ജീവിതത്തിൽ മദ്യപിച്ചിട്ടില്ലാത്ത ആളുകൾ പോലും മദ്യപിച്ചു എന്നൊരു പേരിൽ ഡ്യൂട്ടിയിൽ നിന്ന് മാറ്റി നിർത്തേണ്ട സാഹചര്യങ്ങളിലേക്ക് കാര്യങ്ങളെത്തുന്നു. ഇവർക്കുണ്ടാകുന്ന ഈ ഒരു മനോവിഷമം അത് വലിയ രീതിയിൽ അവരെ ബാധിക്കുകയും ചെയ്യുന്നുണ്ട്. സർവീസിൽ ഒരു ബാഡ് മാർക്ക് പോലും ഇല്ലാത്ത ആളുകളാണ് മിക്കതും ഈ ഒരു പരിശോധനയിൽ ഇരയാകുന്നത് എന്നുള്ളതാണ് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം. ഇന്ന് തന്നെ ജയപ്രകാശ് കുടുംബത്തോടു കൂടി എത്തിയാണ് ആ ഒരു ഉപരോധം നടത്തിയത് എന്നുള്ളതും ശ്രദ്ധേയമാണ്. നേരത്തെ ഷിബീഷിൻ്റെ ഉദാഹരണം നമ്മൾ പറഞ്ഞതാണ്. ഷിബീഷിൻ്റെ വീട്ടുകാർ പോലും ഒരു ഘട്ടത്തിൽ ഇതുവരെ മദ്യപിച്ചിട്ടില്ലാത്ത ഷിബീഷിനെ സംശയത്തോടെ നോക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് വരെ കാര്യങ്ങൾ എത്തിയിരിക്കുന്നു എന്നുള്ളതാണ്. പരിശോധന നല്ലത് തന്നെയാണ് എന്ന് തന്നെയാണ് ജീവനക്കാർ ഉറപ്പിച്ചു പറയുന്നത്. പക്ഷേ പരിശോധനയ്ക്ക് ഉപയോഗിക്കുന്ന ഉപകരണം ബ്രത്ത് അനലൈസർ അതിന്റെ ഗുണമേന്മ ഉറപ്പുവരുത്തണം എന്നുള്ളതാണ് തന്റെ നിരപരാധിത്വം തെളിയിക്കുമെന്ന ഉറച്ച വാക്കിൽ തന്നെ നിൽക്കുകയാണ് ജയപ്രകാശ്. അപ്പോൾ അദ്ദേഹത്തിന് അങ്ങനെ നിരപരാധിയായ ഒരു മനുഷ്യൻ അദ്ദേഹം തെളിയിക്കാൻ കൂടി കഴിയട്ടെ.